അന്നത്തെ കോരിച്ചൊരിയുന്ന മഴയിൽ ഏറ്റവും സുരക്ഷിതമെന്ന കൈകളിൽ തന്നെയായിരുന്നു ആ കുഞ്ഞ് പിടിച്ചിരുന്നത്, സ്വന്തം അമ്മയുടെ. ഒരിക്കലും തന്നെ കൈവിടില്ല, ഏതവസ്ഥയിലും തന്നെ നെഞ്ചോട് ചേർക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഓരോ കുഞ്ഞും ആ കൈകളിൽ പിടിക്കുന്നത്. അമ്മ എന്നുള്ളൊരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, വിശ്വാസമുണ്ട്, ബലമുണ്ട്. ഒരമ്മ എന്ന് പറയുന്നതിനപ്പുറം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. പക്ഷേ ഇന്നലെ അതേ അമ്മ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയത്. കുഞ്ഞിനെ എന്താ പറയുന്ന വലിയ കുളത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. എന്തായാലും ഞാൻ ഈ സംഭവം പറഞ്ഞു വരുന്നത്, ഇന്ന് രാവിലെ എല്ലാ വാർത്താമാധ്യമങ്ങളും വളരെ ഞെട്ടലോട് കേട്ട ആ ഒരു വാർത്തയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തെ ഞെട്ടിച്ചത്. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയായ കല്യാണിയെ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്ന ആ അമ്മയുടെ കഥ, അതായത് ഈ ഒരു കൊലപാതക കാര്യങ്ങളൊക്കെ വാർത്തയിലൂടെയൊക്കെ നമ്മൾ കേട്ടു. വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണ് കാരണമെന്ന് ചെയ്യുമ്പോൾ നമുക്കറിയുന്ന വാർത്തയിലൊക്കെ ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെയും സഹോദരൻ്റെയൊക്കെ ഇങ്ങനെ ഓരോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബ വഴക്ക് തന്നെയാണ് കാരണം. പലപ്പോഴായിട്ട് ഇതിനു മുന്നേയും സഹോദരനെയും ഇതുപോലെ തന്നെ ഈ കുഞ്ഞനുജത്തെയും ഐസ്ക്രീമിലൊക്കെ വിഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെന്നും ആ കുഞ്ഞനുജത്തിയെ രക്ഷപ്പെടുത്തിയെന്നും ഒക്കെ ആ കുട്ടി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ വേദന തോന്നും. ഈ കുടുംബ വഴക്കിനിടയിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മറ്റുള്ള കുടുംബ വഴക്കിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെ ഇതിനിടയിൽ വിഷമിക്കുന്ന നമ്മുടെയൊക്കെ കുഞ്ഞു മക്കളാണ്. അത് നമ്മളെപ്പോഴും ഒന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. ഇതിപ്പോൾ അമ്മ സന്ധ്യ ചെങ്ങമനാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്നലെ അംഗനവാടിയിൽ നിന്ന് ഈ കുഞ്ഞിനെ, അതായത് കല്യാണി എന്ന് പറയുന്ന ഈ കുഞ്ഞുകുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നതിനിടയിലാണ് ഈ അമ്മ പുഴയിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത്. എന്നാൽ രാവിലെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, സംസാരിച്ചിരുന്നു. ഭർത്താവിൻ്റെ ഇതനുസരിച്ച് ഭർത്താവ് പറയുന്നത്, ഞാൻ സംസാരിച്ചൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവർക്ക് മാനസിക രോഗമാണ് എന്നൊക്കെ ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ള തരത്തിൽ നാട്ടുകാരും പറയുന്നു. ഇത് 2 തരത്തിലും ആൾക്കാർ പറയുന്നുണ്ട്. ഈ സ്ത്രീയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും, ഭർത്താവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സംഭവത്തിൽ ഒരിക്കലും ആ അമ്മയെ അനുകൂലിക്കാൻ പറ്റില്ല. ഞാനെന്ന് പറയുന്നത് അനുകൂലിക്കാൻ പറ്റില്ല. ഇനി മാനസിക വിഭ്രാന്തികളോ അല്ലെങ്കിൽ ശരിക്കും മാനസിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഒരു പക്ഷേ ഒന്ന് സൂക്ഷിക്കേണ്ടുന്നതായിരുന്നു. ഭർത്താവും കുടുംബാംഗങ്ങളും ഒക്കെ ഒന്ന് സൂക്ഷിക്കുക. അത്തരത്തിൽ നേരത്തെ ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ 2 പേരെയും ഇതിൽ നിന്ന്, അമ്മയിൽ നിന്ന് മാറ്റേണ്ടുന്നതായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. മാനസിക രോഗമാണെങ്കിൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടില്ലേ. അപ്പോൾ സ്ഥിരീകരിക്കത്തോളം കാര്യം അതിലേക്ക് കൂടുതൽ കടക്കാനും പറ്റില്ല. എന്തു തന്നെയായാലും കുറച്ചുകൂടി അത്തരത്തിലൊരു മാനസിക രോഗമുള്ള ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭർത്താവിനായിരുന്നു. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് അവരിൽ ആക്കിയിട്ട് പോകരുതായിരുന്നു, അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകണമായിരുന്നു. ഇതിപ്പോൾ മാനസിക രോഗമല്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പാതകമാണ്. ഒരിക്കലും ഒരു സ്ത്രീയും ചെയ്യാൻ പറ്റാത്ത ഒരു കൊടും ക്രൂരത തന്നെയാണ് ആ കുഞ്ഞിനോട് കാണിച്ചത്. എന്ത് തന്നെയാലും ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവനെങ്കിലും മിച്ചം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടിയും കൂടെ ചിലപ്പോൾ ഈ അമ്മയുടെ കയ്യിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടേനെ. മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞതാണെന്ന് അവസാനം സന്ധ്യ മൊഴി നൽകിയായിരുന്നു. വളരെ പൈശാചികമായി തോന്നുന്ന ഒരു കാര്യമാണ്. ഈ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന വഴക്കുകളാണ്. ഭർത്താവിനോടുള്ള അമിതമായിട്ടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ കുഞ്ഞുങ്ങളോട് പലപ്പോഴായി കാണിക്കും. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് രണ്ടാനമ്മ ചെയ്തതും രണ്ടാനച്ഛൻ ചെയ്യുന്നതും. ഒരിക്കൽ ഒരു കുഞ്ഞിൻ്റെയൊക്കെ കാര്യം നമ്മൾ കണ്ടത്, രണ്ടാനച്ഛൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കുഞ്ഞ് ഇപ്പോഴും അത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എന്താ പറയുന്ന അമ്മമാരുടെ ഇടയിൽ. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഭർത്താവിൽ നിന്നും കിട്ടേണ്ടുന്ന ചില കാര്യങ്ങൾ അവർക്ക് എന്താ പറയുക, സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനയൊക്കെ കിട്ടാതിരിക്കുക, ഡിവോഴ്സിൻ്റെ വക്കിലെത്തുക, അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുമ്പം ഭർത്താവ് പറയും കുഞ്ഞുങ്ങളെ എനിക്ക് വേണം, അമ്മ പറയും കുഞ്ഞുങ്ങളെ എനിക്ക് വേണം. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പിടിവള്ളി ഇടയിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ കുട്ടികളുടെ ആ മൂത്ത കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് കുട്ടിക്ക് അച്ഛനോടാണ് കുറച്ചുകൂടി പ്രിയം. അപ്പോൾ ഒരു പക്ഷേ ഭർത്താവിനോടുള്ള ദേഷ്യത്തിൽ അച്ഛനോട് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ അമ്മയ്ക്കത് ഒരു പക്ഷേ താങ്ങാൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ദേഷ്യം അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് കുറച്ചുകൂടി ദേഷ്യം വരും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടികളുടെ നേരെ ഈ വൈരാഗ്യം കാണിക്കും. ഒരിക്കൽ ഞാനൊരു കേസ് ഇത്തരത്തിലുള്ള
എന്നുള്ളൊരു കേസ് വാങ്ങിച്ചതാണ്. അച്ഛൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ വിടണം എന്ന് കോടതി വിധിച്ചപ്പോൾ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നുള്ളൊരു രീതിയിൽ ആ കുട്ടികളെ കൊല്ലുകയാണ് ചെയ്തത്. എനിക്ക് കിട്ടാത്തത് നിനക്കും വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതൊക്കെ വളരെ പൈശാചിക. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരമ്മ 9 മാസം ഗർഭിണിയായിട്ട് ഇരുന്ന് ചുമന്ന് അത് പ്രസവിച്ച് വളർത്തുക എന്ന് പറയുന്ന വലിയ ഒരിക്കലും ഒരു പുരുഷനോ ഒന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പരിവേഷമാണ്, ഒരു സ്ഥാനമാണ് അമ്മയെന്ന് പറയുന്നത്. ആ അമ്മയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊല്ലാൻ കഴിയില്ല. അത് ഏതൊരു ജീവജാലങ്ങൾക്കും, ഒരു മൃഗത്തിന് പോലും അത്തരത്തിൽ അങ്ങനെ സാധിക്കില്ല. പക്ഷെ മനുഷ്യരുടെ ഇടയിൽ ഇത് കൂടുന്നുണ്ട്. ഒരു പക്ഷേ അവൻ്റെ ജീവിത സാഹചര്യങ്ങളാവാം, ജീവിതത്തിലെ ചില പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പോൾ ഉള്ള സ്ത്രീകൾക്ക് ക്ഷമ പൊതുവെ കുറവാണ് എന്നുള്ളൊരു രീതി പറഞ്ഞു. ഞാനിപ്പോൾ സ്ത്രീയാണെങ്കിലും ഞാൻ പറയുന്നു, കുറച്ചുകൂടി പക്വതയോടുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനകത്ത് ഡിവോഴ്സിൻ്റെ ഇത് കൂടുതലാണ്. കാരണം അവർക്ക് ക്ഷമയോടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പണ്ട് കാലങ്ങളിൽ മദ്യപാനികളായ ഭർത്താക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ അന്നൊക്കെ ഇന്ന് അതേപോലെ നിൽക്കണമെന്നല്ല പറയുന്നത്. സ്ത്രീക്ക് സ്ത്രീയുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളാകുമ്പോൾ കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേണ്ടി വരും. കാരണം ഒരു കുഞ്ഞിന് അച്ഛനും അമ്മയും തുല്യം തന്നെയാണ്. ഒരമ്മ മാത്രമായിട്ട് ഒരു കുഞ്ഞിനെ വളർത്തുന്നതിലും നല്ലത് അച്ഛനും കൂടെ ഉണ്ടെങ്കിലാണ് ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരാൻ. പിന്നെ തീരെ നിവർത്തിയിട്ട സാഹചര്യങ്ങൾ, ഇപ്പോൾ അച്ഛൻ മദ്യപാനി അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവുന്നതാണ് നല്ലത്. പക്ഷെ എന്ന് തന്നെയാലും തിരിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മയുടെ ആവശ്യമുണ്ട്, ഒരു കുടുംബത്തിൻ്റെ ആവശ്യമുണ്ട്. അവരെ വേർതിരിക്കുന്നത് ശരിയല്ല. ഇപ്പം പല അവിഹിത ബന്ധങ്ങളൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടു കൂട്ടരും, അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് പിരിയാം. ഞങ്ങളിപ്പോൾ ഒരു പുരുഷനായാലും സ്ത്രീയായാലും പിരിഞ്ഞാൽ അവർക്ക് അവരുടേതായ ജീവിതത്തിലേക്ക് പോകാം. പക്ഷേ ഈ കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കേണ്ടുന്ന സമയത്ത് സ്നേഹവും പരിഗണനയും ലാളനയൊക്കെ കൊടുത്തില്ലെങ്കിൽ ആ കുട്ടികൾ സമൂഹത്തിൽ ഒരു പക്ഷേ ഏത് നിലയിലെത്തിയിരിക്കും? സ്വന്തം കുഞ്ഞുങ്ങളെ, സ്വന്തം രക്തത്തിൻ്റെ ഭാഗമല്ലേ, സ്വന്തം ജീവൻ്റെ ഭാഗമല്ലേ? അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൻ്റെ അവസാനം വരെ ആ തുണയോടൊപ്പം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് നീതിപൂർണമായിട്ട്, അല്ലെങ്കിൽ അവരെ വളർത്തി അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെ ആക്കാനുള്ള ഒരു കടമ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന് വരെ ജന്മം നൽകാവൂ. ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള മാരേജ് കൺസെപ്റ്റുകളൊക്കെ ആ രീതിയിൽ അത്തരത്തിലേക്ക് മാറേണ്ടുന്ന സാഹചര്യം ഉടലെടുത്തു എന്ന് തന്നെ പറയാം. എന്ത് തന്നെയാലും ഇതിപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നിരവധി കേരളത്തിൽ ഉണ്ട്. അതിനെപ്പറ്റി വലിയ വിശാലമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതെന്തായാലും ഇന്ന് കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. രാവിലെ ഏതായാലും സന്ധ്യ പോലീസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. പല രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു കുടുംബ വഴക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ കടക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇതിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇനി മറ്റേതെങ്കിലും വ്യക്തികൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, എന്താണ് ഈ സ്ത്രീക്ക് ഇത്രയും പ്രകോപനം ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇതിനു മുന്നേ ഇത്തരത്തിൽ കുട്ടികളെ കൊല്ലാനുള്ള ഇതുണ്ടായത്? അങ്ങനെ ഒരു മാനസിക രോഗമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരോ ഈ സ്ത്രീയുടെ വീട്ടുകാരോ അതിനുവേണ്ടി കെയറിങ് എടുത്തില്ല? കുട്ടികളെ വീണ്ടും ഇവരിലേക്ക് ഏൽപ്പിച്ചതിന് കാരണം എന്താണ്? ട്രീറ്റ്മെൻറ്റുകളോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള നേരത്തെ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ടോർച്ച് വെച്ചൊക്കെ അടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ അന്വേഷണങ്ങളിലേക്ക് ഇനി കടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സന്ധ്യ ഇപ്പോൾ കസ്റ്റഡിയിലാണ്ട്. കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ നടപടികളുമായിട്ടൊക്കെ പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും.